പരിശുദ്ധ അമ്മയുടെ മണ്ണിൽ കാലുകുത്താൻ കഴിഞ്ഞതിൽ ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് ഹണി. ഞാൻ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് നിന്ന് വരുന്നു. ഇതെൻ്റെ മകൾ ദിയ. ഞാനിവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ വഴിയാണ് ഞാനിവിടെ എത്തുന്നത്. ഇവിടെ ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ മകൾക്ക് ചെറുതിലെ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടേ എപ്പോഴും തലവേദനയും തലകറക്കുമൊക്കെ ആയിരുന്നു. സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് എപ്പോൾ എന്നെ വിളിക്കുമായിരുന്നു. ഞങ്ങൾ ഡോക്ടർമാരെ കൊണ്ട് കാണിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സ്കൂളിൽ കണ്ണിൻ്റെ ഡോക്ടർ വന്നപ്പോൾ അവളെ ടെസ്റ്റ് അവർ നോക്കിയിട്ട് പറഞ്ഞു, മോൾക്ക് ഒരു കണ്ണിന് കാഴ്ചക്കുറവുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവളെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ഇവൾ ഒരു കണ്ണിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, മറ്റേ കണ്ണ് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് 99% കണ്ണിൻ്റെ കാഴ്ചശക്തി പോയി എന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾക്ക് ടെൻഷനായി. ഞങ്ങൾ പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കുർബാന കൂടിക്കഴിഞ്ഞപ്പോൾ മോളെന്നോട് പറഞ്ഞു, എൻ്റെ കണ്ണിലൊരു കരട് പോയിട്ടുണ്ട്, അമ്മയൊന്ന് ഊതിത്തരാൻ പറഞ്ഞു. ഞാൻ ഇവളുടെ കണ്ണിലൊന്ന് ഊതിക്കൊടുത്തു. പിന്നെ ഇപ്പോൾ ഭയങ്കരമായി പെട്ടെന്ന് കരഞ്ഞു. ഞാൻ പറഞ്ഞു, കരയണ്ട, നീ മാതാവിനോട് പ്രാർത്ഥിച്ചോ, നിനക്ക് പിന്നെ മാതാവ് കാഴ്ച തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവളെന്നോട് പറഞ്ഞു, എനിക്ക് ഈശോയും മാതാവിനെയും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ ഡോക്ടർമാരെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുട്ടീൻ്റെ കണ്ണിന് 99% കാഴ്ച പോയതാണെന്നാണ് പറഞ്ഞത്. പിന്നെ ചെറിയ കുട്ടിയായതുകൊണ്ട് ഒരു കണ്ണിൽ എക്സസൈസ് തരാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. മറ്റേ കണ്ണിൽ കൊണ്ട് മാത്രം അവൾ യൂസ് ചെയ്യുന്നുള്ളത് കൊണ്ട് ഒരു കണ്ണിൽ കൂടി മാത്രമേ അവൾ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മോൾക്ക് ഇപ്പം ഞങ്ങളെല്ലാവരെയും വ്യക്തമായിട്ട് അവൾക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഇതിൽ നല്ലൊരു സാക്ഷ്യം അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് അവൾ തന്നെ പറയും. എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്, ഞാൻ അങ്ങനെ എല്ലാ ദിവസവും ഒന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ലായിരുന്നു. ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഞാൻ എല്ലാ ദിവസവും കുരിശ് വരയ്ക്കുന്നുണ്ട്, അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് സഹായിക്കുന്ന വിധത്തിൽ എന്നെ സഹായം ചോദിക്കുന്നവർക്ക് ഞാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മകൾക്കുണ്ടായ അനുഭവം എൻ്റെ മോള് തന്നെ പറയും. എൻ്റെ പേര് ദിയ. ഞാൻ 7th പഠിക്കുന്നു. അമ്മ മാതാവിന് ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു. സാൻസ്ക്രിറ്റും ഹിന്ദിയും ആയിരുന്നു. അത്രയും ദിവസം അമ്മയായിരുന്നു എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം അമ്മ പുറത്തു പോയപ്പം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഞാനും എൻ്റെ അനിയനായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ അനിയനെ അവൻ കളിക്കുന്ന സൗണ്ട് കൊണ്ട് എനിക്ക് പഠിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അവനെ പുറത്തു വിട്ടു. ഞാൻ വാതിലടച്ചു. എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ലായിരുന്നു, പഠിക്കാനും കഴിയുന്നില്ലായിരുന്നു. ഞാൻ രൂപക്കൂടിൻ്റെ അടുത്ത് പോയി ഞാൻ മാതാവിനോട് മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല, വായിക്കാൻ കിട്ടുന്നില്ല, ഭയങ്കര ടഫാണ്, എനിക്ക് മാതാവ് പറഞ്ഞു തരണം, എനിക്ക് ഒട്ടും പഠിക്കാൻ കഴിയുന്നില്ല, പഠിക്കാനുള്ള ബുദ്ധി തരണം എന്ന് പറഞ്ഞു. ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കരഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ റൂമിലേക്ക് കയറിപ്പോയി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രൂപക്കൂട്ടിലേക്ക് നോക്കിയപ്പം ഒരു കുഞ്ഞി ഒരു തീ പണം പോലെ താഴേക്ക് വീഴുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് ഓടിച്ചേർന്നു. അപ്പോഴത്തേക്ക് മാതാവ് അവിടെ നിൽക്കുന്നതാണ് കണ്ടുകൊണ്ടിരുന്നത്. മാതാവ് എന്നിട്ട് ഞാൻ മുട്ടുകുത്തി അവിടെ നിന്നു. മാതാവ് എൻ്റെ തലയിൽ തൊട്ട് എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ തല ഫുള്ള് മാതാവിൻ്റെ കൈയായിരുന്നു. ഭയങ്കര തണുപ്പൊക്കെ ആയിരുന്നു. എനിക്ക് കയ്യും കാലൊക്കെ വിറത്ത് തണുത്തിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഓടിപ്പോയി. അപ്പോഴത്തേക്ക് മാതാവ് അവിടെ നിന്ന് പോയായിരുന്നു. ഞാൻ വേഗം വാതിൽ തുറന്നു എൻ്റെ അനിയന് ഞാൻ പറഞ്ഞു. എൻ്റെ അനിയന് വേഗം പേടിച്ചു പോയി. പിന്നെ അമ്മേനെ വിളിച്ചു. അമ്മ വന്നിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ മാതാവിനെ കണ്ടത് മാതാവിൻ്റെ ഇവിടെ ഇരിക്കുന്ന ആ രൂപമല്ല, മാതാവിനെ പോലെ തന്നെ ആയിരുന്നു. പക്ഷേ ഡ്രസ്സിന് ഈ കളറല്ലായിരുന്നു, ഒരു റോസും വൈറ്റും ഒക്കെ ആയിരുന്ന ഒരു കളറായിരുന്നു. ഞാനങ്ങനെ അമ്മ എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലായി. പിന്നെ ആ പരീക്ഷയ്ക്ക് എനിക്ക് നല്ല രീതിയിൽ തന്നെ മാർക്ക് ഉണ്ടായിരുന്നു. 25-ൽ 25, 24 അങ്ങനെയായിരുന്നു. സാൻസ്ക്രിറ്റിലും ഹിന്ദിയിലൊക്കെ മാർക്ക് ഉണ്ടായത്. അമ്മ മാതാവിന് ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 30 മുതൽ 34 വരെ തിരുവചനങ്ങൾ.
യേശു ആ വഴി കടന്നു പോകുന്നുവെന്ന് കേട്ടപ്പോൾ വഴിയരികിലിരുന്ന 2 അന്ധന്മാർ ഉച്ചത്തിൽ നിലവിളിച്ചു, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ. യേശു അവിടെ നിന്ന് അവരെ വിളിച്ചു ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് കണ്ണുകൾ തുറന്നു കിട്ടണം. യേശു ഉള്ളനിന് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. തൽക്ഷണം അവർക്ക് കാഴ്ച കിട്ടി. അവരും അവനെ അനുഗമിച്ചു. ഹണി ജിയോ എന്ന ഈ മകൾ തൻ്റെ കുഞ്ഞിന് ലഭിച്ച കാഴ്ചശക്തിയെക്കുറിച്ചാണ് ഈ എൽത്താരയിൽ ആദ്യം പങ്കുവച്ചത്. ഏതാണ്ട് 99% ഒരു കണ്ണിൻ്റെ കാഴ്ച ഇല്ല. ഒരു കണ്ണുകൊണ്ടാണ് മകൾ മുഴുവനും കാണുന്നത്. അത് ചികിത്സിച്ചാലും തിരികെ കിട്ടുന്ന രീതിയിൽ പ്രയാസമായിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഡോക്ടർമാർ പറയുന്ന സാഹചര്യത്തിലാണ് അമ്മയും മോളും ഇവിടെ കൃപാസന മാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടി എടുത്ത് മോളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. അത് കാഴ്ച ലഭിക്കുക എന്നത് ഏറെ ക്ലേശമുള്ള കാര്യമെന്ന് തിരിച്ചറിയുമ്പോൾ തന്നെയാണ് അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് ഈ വലിയൊരു നിയോഗത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നൃത്തവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം നിരന്തരമായി പങ്കെടുത്തുകൊണ്ട് പൂർണ്ണമായും മാതാവിൽ ശരണപ്പെട്ട് ഈ നിയോഗം കൊടുക്കുന്നത് വഴി ആ കണ്ണിൻ്റെ കാഴ്ച തിരികെ ലഭിക്കുകയും ഡോക്ടർമാർ തന്നെ ആ കാഴ്ച കിട്ടിയതിനെ സർട്ടിഫൈ ചെയ്യുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇന്നും ദൈവശക്തി പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നും ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിക്കുന്നവർക്ക് ദൈവം അടയാളങ്ങളിലൂടെ, അനുഭവങ്ങളിലൂടെ ഞാൻ കൂടെയുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലുകളും അനുഭവങ്ങളും കൈമാറിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞിൻ്റെ ദർശനത്തെക്കുറിച്ചും കുഞ്ഞ് സൂചിപ്പിച്ചു. അമ്മ മാതാവിനെ നേരിൽ കാണുകയും അമ്മ മാതാവ് തൊട്ട് മകളെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളെ മകൾ പ്രത്യേകമായിട്ട് ഏറ്റുപറയുന്നുണ്ട്. ഓരോരുത്തർക്കും വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണുന്നു, കുഞ്ഞുങ്ങൾക്ക് ദർശനം കിട്ടുന്നു, യുവതി യുവാക്കൾ പ്രവചിക്കുന്നു. വചനത്തിൽ നമ്മൾ വായിക്കുന്നതാണത്. വചനം ഒരിക്കലും നമ്മളോട് പറയുന്നത് നടക്കാത്തവയല്ല. ഏത് കാലത്തിലും ദൈവാത്മാവിൻ്റെ പ്രവർത്തനം മനുഷ്യരെ അവൻ്റെ ചിന്തകൾക്കതീതമായി, യുക്തിക്കതീതമായി, സാധാരണ ജീവിത പ്രവർത്തനങ്ങൾക്കതീതമായി ദൈവ സാന്നിധ്യം നമ്മളിലേക്ക് പ്രവഹിക്കുമ്പോൾ അത് വലിയ കാര്യങ്ങളിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കും. ഉടമ്പടിയിൽ അമ്മ മാതാവ് അമ്മയെ തേടി വരികയും അമ്മയിൽ ശരണപ്പെടുകയും ചെയ്യുന്ന മക്കളെ ദൈവാത്മാവിനാൽ നിറച്ചുകൊണ്ടാണ് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഉടമ്പടിയുടെ ആദ്യ ഭാഗം മുഴുവനും എന്തൊക്കെയാണോ നമുക്ക് ഒരു ആത്മീയ ജീവിതത്തിന് വിലങ്ങുതടിയായിട്ടുള്ളത്, ഒരു ദൈവികമായ ബന്ധത്തിന്, ദൈവികമായ സംഭാഷണത്തിന് നമുക്ക് തടസ്സമായി നിൽക്കുന്നത്, ആ പാപാവസ്ഥകളെ, ബന്ധങ്ങളെ, ആസക്തികളെ, അഡിക്ഷനുകളെ അത് നമ്മളിൽ നിന്നും ഒഴിവാക്കുവാൻ വേണ്ടിയുള്ളതാണ് നാം ആദ്യം എഴുതുന്നത്. നമുക്ക് ജീവിതത്തിൽ നിന്ന് മാറണമെന്ന് നാം ഉറച്ച് വിശ്വസിക്കുന്നവയൊക്കെയും നാം എഴുതി സമർപ്പിക്കുകയാണ്. അത് ആ എഴുതുന്ന നിമിഷം മുതൽ നമ്മൾ ദൈവത്തോട് വിശ്വസ്തതയുള്ളവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ കറയും കുറവുമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാൻ തക്കവിധം തുറന്ന മനസ്സോടുകൂടി അവ ശുദ്ധീകരിക്കപ്പെടണമെന്ന ആഗ്രഹത്തോടെ നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ആ ബലഹീനതകളിൽ നിന്നും, ആ പാപക്കറകളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മശക്തി ഈശോ നമുക്ക് പ്രദാനം ചെയ്യുന്നത് കാണാനാവും. ഈ നാം ഏതൊക്കെയാണോ വെറുത്തുപേക്ഷിക്കുകയും ജീവിതത്തിൽ നിന്ന് അകന്നു മാറുകയും വേണമെന്ന് തീരുമാനിക്കുന്നത്, അതിന് തത്തുല്യമായി തന്നെ ജീവിതത്തിലേക്ക് വേണ്ടത് നാം മറുപുറത്ത് എഴുതുന്നുണ്ട്. അതാണ് നിയോഗങ്ങൾ. ഉടമ്പടി പ്രകാരം ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുവെന്ന് ഓർക്കണമേ. നിയോഗങ്ങൾ മാത്രം സത്യസന്ധമായിരുന്നാൽ പോരാ, മറിച്ച് ജീവിതത്തിൽ നിന്ന് മാറേണ്ടവ മാറുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ ദൈവത്തിനു മുമ്പിലുള്ള തീരുമാനവും സത്യസന്ധമായിരിക്കണം. കാരണം ദൈവം അകവും പുറവും ഒരുപോലെ കാണുന്നവനാണ്. അവൻ്റെ കണ്ണുകളിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അതുകൊണ്ട് ഏതെങ്കിലും കാര്യം നേടാൻ വേണ്ടി ഇത്തിരി പ്രാർത്ഥനയും ഇത്തിരി കാരുണ്യ പ്രവൃത്തികളും ഇത്തിരി ദൈവവചനം പങ്കുവെക്കലുമൊക്കെയായി നടക്കുന്നത് കൊണ്ട് അനുഗ്രഹിക്കപ്പെടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം നാം ഇന്നലെ എന്തായിരുന്നുവോ, നാം ഇന്നെങ്ങനെ ജീവിക്കുന്നുവോ, ഒരു അനുഗ്രഹം കിട്ടിയാൽ നാളെ എങ്ങനെ പെരുമാറുമോ, ഇത് മൂന്നും തമ്പുരാന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ തെളിമയുള്ള, എളിമയുള്ള, വിശുദ്ധിയുള്ള ജീവിതം കൊടുക്കുവാൻ നാം സ്വയം തയ്യാറാകുമ്പോൾ ദൈവം കൂടെ നിന്ന് അമ്മ മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണയിൽ നമ്മുടെ ജീവിത രീതികളെ അനുഗ്രഹിക്കുകയും നമ്മുടെ നിയോഗങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദൈവം അംഗീകരിക്കുന്നൊരു ജീവിതത്തിന് വേണ്ടി അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്ന ഓരോ നന്മകൾക്കും
ആത്മീയ ബുദ്ധികൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.